പകുതി വില എന്ന് കേൾക്കുമ്പോഴത്തേക്കും ചാടി ഓടി മറിഞ്ഞു വീഴുന്ന പ്രബുദ്ധ മലയാളിയെ പറ്റിച്ച് 27 വയസ്സുകാരൻ അനന്തു കൃഷ്ണൻ. അതും ചില്ലറ തട്ടിപ്പൊന്നല്ല, 2000 കോടിയുടെ തട്ടിപ്പ്. കൂരായിടം എന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് തട്ടിപ്പിന്റെ അനന്തലോകം. മോൻസൺ മാവുങ്കൽ എന്ന വൻമരം വീണു. ഇനി ആര്? അടുത്തതായി രംഗപ്രവേശനം ചെയ്യുന്നു അനന്തു കൃഷ്ണൻ. മോൻസൺ മാവുങ്കലിന്റെ മായിക ലോകത്തിൽ വീണു പോയത് കൂടുതലും പ്രമുഖരാണെങ്കിലും അനന്തു കൃഷ്ണന്റെ കാര്യത്തിൽ അങ്ങനെയല്ലട്ടാ. മൂപ്പര് പ്രമുഖരെയും സാധാരണക്കാരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തെടുത്താലും ഏതെടുത്താലും പകുതി വില മാത്രം, തുക തുച്ഛം, ഗുണം മെച്ചം. അനന്തു കൃഷ്ണനെ വിശ്വസിക്കൂ, കാശ് ലാഭിക്കൂ. 50% ഡിസ്കൗണ്ടാ. അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ മലയാളി പോവാണ്ടിരിക്കോ? 2000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 2 സേഫ്റ്റി പിൻ ഫ്രീ എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഓടിപ്പോണ മലയാളിയോടാണോ 50% ഡിസ്കൗണ്ടിന്റെ കാര്യം ചോദിക്കണത്? നാട് നീളം ഓടിച്ചെന്നില്ലേ അനന്തകൃഷ്ണന്റെ അടുത്തേക്ക്? കൊടുത്തേക്കണതിൽ 1000 ചില്ലാനം വനിതകളുണ്ട് ഈ പറവൂര് മാത്രം. അപ്പം ഞങ്ങൾ ഇതിനകത്ത് വിശ്വസിച്ച് ഫണ്ട് അടിച്ചത് ഇതിൽ പ്രമുഖരായ വ്യക്തികൾ വന്നിട്ടാണ് ഇതിന് ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. പിന്നെ 3 മെഷീൻ്റെ പൈസ ഞങ്ങൾ പഞ്ചായത്ത് ചെയർപേഴ്സൻ്റെ കയ്യിലാണ് കൊടുത്തിട്ട് 3 മാസമാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പം 3 മാസമായിട്ടും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഇതിൽ ചെന്ന് ചോദിച്ചപ്പം കുറച്ചുകൂടെ താമസിക്കും എന്നിങ്ങനെ പറഞ്ഞു. വളം മുതൽ 2 വാഹനം വരെയുണ്ട് മൂപ്പര കസ്റ്റഡിയില്. പകുതി കാശിന് സംഭവം തരാന്ന് പറഞ്ഞിട്ട് കാശ് വാങ്ങിക്കും, പക്ഷെ സാധനം കൊടുക്കില്ല. ഇനി വണ്ടി കൊടുത്താലും അതും തട്ടിപ്പായിരിക്കും. ഓടിക്കാൻ പറ്റണില്ല. വേറെ ഒരു പ്രത്യേക സൗണ്ട് ഉണ്ട്. സ്റ്റാർട്ട് ഓണാക്കുമ്പോഴേക്ക് ആ ഒരു സൗണ്ട് അങ്ങനെ നിൽക്കൽ തുടങ്ങിയിട്ടിപ്പോൾ ഒരു 1.5 മാസമായി. അങ്ങനെ അനന്തു കൃഷ്ണൻ എന്തോരം കഴിവുകളുണ്ടെന്നോ. മൂപ്പര കഴിവുകളുടെ ഫലമായി ഈ തട്ടിപ്പിന്റെ കഥ പുറത്തേക്ക് വന്നപ്പോ പിന്നീട് അങ്ങോട്ട് പരാതി പ്രവാഹമായിരുന്നില്ലേ? കേസും കൂട്ടവും വിവാദവും ആകെ ബഹളം. അത് കണ്ട അനന്തു കൃഷ്ണൻ പേടിക്കുന്ന കരുതിയാ? ഡോണ്ട് അണ്ടർഎസ്റ്റിമേറ്റ്. കേസും കൂട്ടവും പരാതിയൊക്കെ വന്നപ്പോ മൂപ്പരുടെ കോൺഫിഡൻസ് ഒന്ന് കാണണമായിരുന്നു. പരാതികളോ അല്ലെങ്കിൽ വാർത്തകൾ കൊടുക്കലോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഇതിന് പരിഹാരം. ഞാൻ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് സാമ്പത്തിക സമാഹരണം നടത്തി കാര്യങ്ങൾ നീക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കൈകളിലേക്ക് നിങ്ങൾ പകുതി തുക അടച്ച സാധനത്തിന് അതേ പകുതി മൂല്യം കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു സേവനം അല്ലെങ്കിൽ ഒരു വസ്തുവാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ ഹീറോ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഉന്നത സംഘടനകളിലൂടെ ചെയ്ത പ്രോജക്റ്റാണ്. സത്യം പുറത്തു വരും, കേസ് അന്വേഷണം നടക്കട്ടെ. സത്യം തെളിയെന്ന് പറഞ്ഞു, പക്ഷെ സത്യം തെളിയിക്കാൻ വേണ്ടി ഏതറ്റത്തുനിന്ന് തുടങ്ങണം എന്നുള്ള കൺഫ്യൂഷനിലാണ് കേരള പോലീസ്. അല്ല, പരാതികൾ ഇങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാരാവാരം പോലെ വ്യാപിച്ച് കിടക്കല്ലേ? 700ഓളം പരാതികളാണ് നമ്മൾക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ലഭിച്ചിരിക്കുന്ന പരാതികളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ സാക്ഷര കേരളത്തിലെ പ്രബുദ്ധരായ മലയാളികളെ പറ്റിച്ച് അനന്തു കൃഷ്ണൻ തെങ്ങിൻതോപ്പും റബ്ബർ തോട്ടവും മുന്തിരിത്തോട്ടം ഒക്കെ വാങ്ങിച്ചിങ്ങനെ സുഖിച്ചങ്ങനെ ജീവിക്കായിരുന്നു. അതിപ്പോ ഈ 2 വാഹനം മാത്രമൊന്നല്ല കേട്ടോ. ഹോം അപ്ലയൻസസ്, വാട്ടർ പ്യൂരിഫയർ, വാട്ടർ ടാങ്ക്, ലാപ്ടോപ്പ്, അങ്ങനെ സ്പെഷ്യൽ ഒരു പട്ടിക മൂപ്പരുടെ കയ്യിലുണ്ടായിരുന്നു. സ്പെഷ്യൽ പട്ടികയല്ല, സ്പെഷ്യൽ വില വിവര പട്ടിക. ഇതിപ്പോ ഓണക്കിറ്റ് വരെ മൂപ്പര് പകുതി വിലക്ക് കൊടുത്തു. പിന്നല്ല 2 വീലറിന്റെ കാര്യം. അങ്ങനെ അവസാനം പണി കിട്ടിയെന്ന് മനസ്സിലായപ്പോ നെഞ്ചത്തടിയിൽ നിലവിളിയായിട്ട് എല്ലാവരും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ തുടങ്ങി. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. സാമൂഹ്യ സുരക്ഷാ നിധി എന്നൊക്കെ പറയുമ്പോൾ ചിലരെങ്കിലും ഒന്ന് വിശ്വസിച്ചു പോവില്ലേ? ഇനി സാധാരണക്കാരൊക്കെ പ്ലീസ് സ്റ്റെപ്പ്. ഇനി പ്രമുഖർക്കും പറ്റിക്കപ്പെടാൻ അവസരം കൊടുക്കൂ പ്ലീസ്. ആദ്യമായി 25 ലക്ഷം രൂപ നഷ്ടപ്പെട്ട BJP സംസ്ഥാന സമിതി അംഗം ഗീതാകുമാരി. ചുറ്റി പിടിച്ചിട്ടും ഒക്കെയാണ് ഇവന് ഈ പൈസ 25 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. ഇവന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് വന്നപ്പോഴാണ് ഞാൻ കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. BJPയുടെ തന്നെ വേറൊരു വനിതാ നേതാവാണ് പുള്ളിക്കാരിക്ക് അനന്തു കൃഷ്ണനെ പരിചയപ്പെടുത്തി കൊടുത്തതെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ല. പിന്നെ ഇത് മാത്രല്ല, BJPയിലെ വേറൊരു നേതാവിന്റെ കീശ വീർത്തതും വളർന്നു. കീശ വീർത്തു എന്നല്ല, കീശ വീർക്കാൻ വേണ്ടി ഒരു ഇൻവിറ്റേഷൻ ഒക്കെ അനന്തു കൃഷ്ണൻ കൊടുത്തു എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ല. അനന്തകുമാർജി എന്നോട് സൂചിപ്പിച്ചു, ഈ തയ്യൽ മെഷീൻ്റെയും സ്കൂട്ടറിൻ്റെയും ഒക്കെ പരിപാടികൾ വരുന്നുണ്ട്, നല്ലതാണ്, സഹകരിക്കാം. ഞങ്ങൾ ഈ കമ്പനികൾ അല്ലെങ്കിൽ നമ്മുടെ കോൺഫെഡറേഷനുമായിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ മറ്റ് ഏജൻസികളുമായോ 1 രൂപ പോലും ഞങ്ങൾ ഡൊണേഷൻ വാങ്ങിയിട്ടില്ല. എന്ത് ചെയ്യാം, ഇന്നത്തെ കാലത്ത് നല്ല മനസ്സുള്ളതായി പോയി ഈ ലോകത്ത് ചെയ്ത തെറ്റും അല്ലേ രാധാകൃഷ്ണൻജി? ഇനി ജിമാരൊക്കെ ഒന്ന് മാറി നിൽക്കൂ. അടുത്തതായി കോൺഗ്രസ് വേദിയിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ്. സത്യത്തിൽ ആ കുട്ടി ബലിയാടായി. ആ കുട്ടി CSR ഫണ്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞ ആളുകൾ പിന്മാറിയപ്പോൾ ഒരു മാർഗവുമില്ലാതെ സാധാരണക്കാരോട് എന്ത് പറയുമെന്നോർത്ത് എന്തൊക്കെയോ കഷ്ടപ്പാടുകൾ ചെയ്ത് ഈ 18,000 ബൈക്കും 35,000 ലാപ്ടോപ്പും പിന്നെ 7.5 കോടി രൂപയ്ക്ക് ഭക്ഷ്യക്കിറ്റും
തുന്നൽ മെഷീനൊക്കെ കൊടുത്ത് ഒരുപാട് കുടുംബങ്ങളിൽ ഇപ്പൊ അരി മേടിക്കുന്നുണ്ട്. ആ കുട്ടി ബലിയാടായി. അതെ അതെ, കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ വാക്കുകൾ കടെടുത്തിട്ടുണ്ടെങ്കിൽ ആനന്ദു കൃഷ്ണനെ പോലൊരു നിഷ്കു ഈ ലോകത്ത് വേറെ ഇല്ല. പാവത്തിന് എല്ലാരും കൂടെ ചതിച്ചതല്ലേ. പിന്നെ ലാലി മേഡം, ഈ സീനിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ തട്ടിപ്പ് കേസിൽ പോലീസ് നിങ്ങളെയും പ്രതി ചേർത്തിട്ടുണ്ട്. അനന്തകൃഷ്ണനും ആനന്ദകുമാറും തമ്മിൽ വർഷങ്ങളായി ബന്ധമുണ്ട് എന്നതിന് അവരുടെ വെബ്സൈറ്റിലും അവരുടെ എല്ലാ സ്ഥലങ്ങളിലും റെക്കോർഡുകളുണ്ടല്ലോ. ബഹുമാനപ്പെട്ട പോലീസിന് അതൊക്കെ എടുക്കാൻ സാധിക്കും. തലകുത്തി മറിഞ്ഞ് പറഞ്ഞത് മാറ്റി പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഒന്ന് മാറിക്കോ, ബാക്കിയുള്ളവർക്കും കൂടെ പറ്റിക്കപ്പെടണം. പിന്നെ ഈ അനന്തകൃഷ്ണന്റെ കഴിവുകൾ ഈ ഒരു ഇട്ടാവട്ടത്ത് മാത്രം ഒതുങ്ങണതല്ല കേട്ടോ. അങ്ങ് മോദിജി മുതൽ ഇവിടെ പിണറായി വിജയൻ വരെ മൂപ്പരുടെ ലിസ്റ്റിലുണ്ട്. വീണ്ടാമതും പോട്രാന്ത സോങ് മലയാളി പുലിയാടാ. ഇത്രയും വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിട്ടെ മലയാളികളെ പറ്റിക്കാൻ പറ്റണ എന്തുകൊണ്ടാണ്? അതെല്ലാവരും സ്വയം ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. CSR ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ തട്ടിപ്പിൽ പല പ്രമുഖരും കുടുങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ദാറ്റ് മീൻസ് അനന്തകൃഷ്ണൻ ഒരു ചെറിയ മീനല്ല. അപ്പോ അങ്ങനെ തട്ടിപ്പിന് കൂട്ടുനിന്നവരും തട്ടിപ്പ് മുമ്പേ അറിഞ്ഞവരൊക്കെ ജാഗ്രത. നിങ്ങൾ ദയിച്ചു വെച്ചോ. ഇനി നമുക്ക് സംസ്ഥാന ബജറ്റിന്റെ വിലയിരുത്തലാവാം. അങ്ങനെ സംസ്ഥാന ബജറ്റ് ഇങ്ങെത്തി. കേന്ദ്രം നമ്മളെ അവഗണിച്ച പോലൊന്നും സംസ്ഥാന സർക്കാർ നമ്മളെ അവഗണിക്കില്ല എന്നുള്ള കോൺഫിഡൻസിൽ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്നു. ബജറ്റ് പ്രഖ്യാപനം തുടങ്ങിയപ്പോ തന്നെ എല്ലാവരുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടിയില്ലേ. പ്രഖ്യാപനം തുടങ്ങിയത് ബാലഗോപാലേട്ടൻ എങ്ങനെയാണ് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഏറെക്കുറെ നമുക്ക് കവർ ചെയ്യാനായി എന്ന് പറഞ്ഞിട്ടല്ലേ മൂപ്പര് തുടങ്ങിയത്. അപ്പൊ പിന്നെ നമുക്ക് എല്ലാവർക്കും കൈ നിറയെ കിട്ടും. വെറും പ്രഖ്യാപനങ്ങൾ മാത്രമുള്ള ഒരു ബഡ്ജറ്റാണ്. കേരളത്തിന്റെ സമഗ്ര പുരോഗതിക്കോ വളർച്ചയ്ക്കോ വഴിതെളിക്കുന്ന ബഡ്ജറ്റ് അല്ല ഇത്. 50% പദ്ധതി വെട്ടിക്കുറച്ച് പ്രഖ്യാപിച്ച പദ്ധതികളൊന്നും നടപ്പാക്കാത്ത അനുഭവമാണ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലുള്ളത്. അത് പിന്നെ പദ്ധതി വെട്ടിക്കുറച്ചത് പദ്ധതി കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞങ്ങളുടെ നേതാക്കൾക്ക് കൈയിട്ട് വരാൻ തോന്നും. അതുകൊണ്ടാ ജനങ്ങളെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ വെട്ടിക്കുറച്ചത്. അതിനിങ്ങനെ കുറ്റപ്പെടുത്തണം എന്തിനാ? യഥാർത്ഥത്തിൽ ഇത് പൊള്ളയായ ഒരു ബജറ്റാണ്. കാരണം നിലവിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച്, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച്, ധനസ്ഥിതിയെക്കുറിച്ചുള്ള യാതൊരുവിധ പരിഗണനയും ഇല്ലാതെ പൊള്ളയായ വാക്കുകൾ കൊണ്ടുള്ള ഒരു നിർമ്മിതിയാണ് ഈ ബജറ്റ്. സതീശേട്ടൻ അങ്ങനെ പറയരുതിട്ടാ. എന്തോരോ കോളേജിൽ പഠിച്ചിട്ടാണ് ബാലഗോപാലേട്ടൻ എന്തോന്ന് റെഡിയാക്കി എടുത്തത്. ഭൂമിയുടെ പാടിന് ചെലവ് കൂടിയില്ലേ, ഭൂനികുതി കൂട്ടിയില്ലേ, കോടതി വ്യവഹാരത്തിന് ചെലവ് കൂടിയില്ലേ, അതുപോലെ ഇലക്ട്രിക് വാഹനം, ടൂറിസ്റ്റ് ബസ്, അങ്ങനെ അങ്ങനെ എല്ലാത്തിന്റെ നികുതി കൂട്ടിയില്ലേ. എന്തുകൊണ്ടാ? ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി ഇല്ല, അതുകൊണ്ട്. സാമ്പത്തിക ഞെരുക്കം മൂലം പ്ലാൻ സൈസ് കട്ട് ചെയ്തിട്ടാണ് ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത്. നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്, നമ്മളിതെല്ലാം മറികടന്നിരിക്കുന്നതാണ്. പ്ലാൻ എ മാത്രല്ല പ്ലാൻ ബി ഉണ്ടെന്ന് ബാലഗോപാലേട്ടൻ മുന്നേ പറഞ്ഞിരുന്നതല്ലേ. കാശില്ലാത്തോണ്ട് ഇവിടുത്തെ പ്ലാനൊക്കെ കട്ടാക്കി കളയാ, അതായിരുന്നു പ്ലാൻ ബി. പിന്നെ പെൻഷൻ കൂട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പരാതി പറയണ്ടായിരുന്നല്ലോ. ക്ഷേമ പെൻഷൻ കൂട്ടിയില്ലെങ്കിൽ എന്താ, ഭൂനികുതി കുത്തനെ കൂട്ടിയില്ലേ, അത് പോരളിയാ. ഈ ബാലഗോപാലേട്ടന്റെ ഓരോ കഴിവുകള്. സത്യം പറഞ്ഞാൽ ഈ ബജറ്റ് കാണുമ്പോൾ ഉത്തരികണ്ഠം മൈതാനത്ത് KN ബാലഗോപാൽ പ്രസംഗിക്കുന്നത് പോലെ കാണും. ഒരു മൈതാന പ്രസംഗം പോലെയാണ് ഈ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതാരിത് എവിടെയായിരുന്നു? കേന്ദ്രത്തിൽ നിന്ന് പിന്നെ വാരിക്കോരി തന്നോണ്ട് സുരേന്ദ്രൻജിക്ക് പറയാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ? പക്ഷെ ബജറ്റ് പ്രഖ്യാപനത്തില് കേന്ദ്ര സർക്കാരിന് നമ്മുടെ സംസ്ഥാന സർക്കാർ മാതൃകയാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അല്ല, നാട്ടുകാർക്ക് ഗുണമുള്ള പദ്ധതി ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പറഞ്ഞതാ. മാത്രല്ല, നിങ്ങൾ ബീഹാറിന് വാരിക്കോരി കൊടുത്തില്ലേ, അതുപോലെ ഇവിടെ കൊല്ലത്തിന് വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. ബീഹാറിന് വാരിക്കോരി കൊടുത്തത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചിട്ടാണെന്ന് കരുതാ. കൊല്ലത്തിന്റെ കാര്യോ വ്യവസായ ഇടനാഴി, IT പാർക്ക്, അങ്ങനെ അങ്ങനെ കൈ നിറയെ പദ്ധതികൾ കൊടുത്തിട്ടുണ്ടല്ലോ. അതെന്തായിരിക്കും? ഓ, മന്ത്രിയുടെ ജില്ല അല്ലേ? കൊച്ചു കള്ളൻ, എല്ലാം അപ്പനല്ലേ? അങ്ങനെ ജനപ്രിയ പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെ നമ്മുടെ ജനപ്രിയ സർക്കാർ ഒരു ജനപ്രിയ ബജറ്റ് അങ്ങോട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത്രയും ജനപ്രിയ ആയതുകൊണ്ട് ഇന്ന് ബജറ്റ് കത്തിച്ച് ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു, അതും സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ വക. അതായത് സാധാരണക്കാരെ മാത്രമല്ല സർക്കാർ ജീവനക്കാരെയും ഈ ബജറ്റിൽ പരിഗണിച്ചില്ല എന്ന് സാരം. അല്ല, അറിയാൻ പാടില്ല. ഒരു സംശയം ചോദിക്കട്ടെ,
LDF വരും എല്ലാം ശരിയാവും തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞത്? അതോ LDF വരും എല്ലാരെയും ശരിയാക്കി തരണ്ട് അങ്ങനെയാണോ ഇനി പറഞ്ഞത്?